ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇവിടെ ഞങ്ങളുടെ ഇടവകയിലെ കുറച്ച് വ്യക്തികൾ പുതിയ നിയമം കംപ്ലീറ്റ് എഴുതി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മാണ്ഡ്യ രൂപതയുടെയും ഫിയാത്ത് മിഷൻ്റെയും ഭാഗമായിട്ട് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണിത്. അവർ ആ കോമ്പറ്റീഷന് പങ്കെടുത്ത് അതിൽ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പം ഇവർ ബൈബിള് പുതിയ നിയമം എല്ലാം സ്വന്തം കൈപ്പടയിൽ എഴുതി തീർത്തേക്കുള്ളൂ. അപ്പോൾ ഇവരോട് നമുക്ക് കുറച്ച് ഇവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചാലോ? ഓക്കെ. എൻ്റെ പേര് ജോളി ജോസഫ്. ഞാൻ സെൻറ്റ് മേരീസ് ഈ ഇടവക്കാരൻ. എൻ്റെ പേര് ബിന്ദു മൈക്കിൾ. എൻ്റെ പേര് ഉഷ ഡാനിയൽ. എൻ്റെ പേര് ഫ്ലോറൻസ് ജസ്വിൻ. ഞാൻ ആനി ജോൺസൺ ആണ്, ഈ ഇടവക്കാരിയാണ്. ഞാൻ അനു വിൽസൺ. ഷേർലി തോമസ്, ഈ ഇടവക്കാരി. ഇവർ ബൈബിൾ എഴുതി ഇവരുടെ ഒരു അനുഭവം നമുക്ക് ചോദിച്ചാലോ? എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു ബൈബിൾ എഴുതാനുള്ള ഒരു കാരണം? ബൈബിൾ എഴുതിയത് നമ്മൾ വായിക്കുന്നത് പോലെയല്ല എഴുതുമ്പോൾ കൂടുതൽ ദൈവവിശ്വാസം വർദ്ധിക്കാനും നമ്മൾ കൂടുതലും അതിൽ ആഴപ്പെട്ട് മനസ്സിലാക്കാനും പറ്റി. എനിക്കൊരു പ്രത്യേക നിയോഗം ഉണ്ടായിരുന്നു, അത് ദൈവം സാധിച്ചു തന്നു. എനിക്ക് ബൈബിൾ എഴുതാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി. മലയാളം അറിയാത്തത് എനിക്കിത് അത്രയ്ക്ക് എഴുതാൻ സാധിച്ചത് തന്നെ അത് ഭയങ്കര ഒരു ദൈവികമായ അനുഭവം. പിന്നെ ഒരു നിയോഗം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് കല്യാണത്തിൻ്റെ ഒരു കല്യാണം ഞങ്ങൾ തന്നെ അന്വേഷിക്കാതെ തന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് മോളുടെ കല്യാണം നിശ്ചയിക്കുന്ന രീതിയിൽ അത്ര എത്തി. ബൈബിൾ എഴുതാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ അത് എഴുതാൻ എൻ്റെ ഒരാഴ്ച മുമ്പേ എനിക്കൊരു ഇൻസൈറ്റ് പോലെ ഉണ്ടായിരുന്നു. ഞാനൊരു A4 ബുക്കൊക്കെ എടുത്തിട്ട് എഴുതാൻ തുടങ്ങിയായിരുന്നു. ബട്ട് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഫിയാത്ത് മിഷൻ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു, നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. നാട്ടിലുള്ളൊരു വീട് വളരെ കാലത്ത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, അതൊക്കെ നടന്നു കിട്ടി. എനിക്ക് പ്രേരണ കിട്ടിയത് ആക്ച്വലി മുന്നേ എഴുതിയവരിൽ നിന്നാണ് എനിക്ക് പ്രേരണ കിട്ടിയത്. ഞാനൊരു ഹിന്ദുവായ എന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇടവകയും ഈ ബൈബിൾ റീഡിങ്ങും ബൈബിളിൽ എഴുതാനുള്ള പ്രേരണയും ഒക്കെയാണ്. എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. എൻ്റെ വിശ്വാസം എന്നെ കൂടുതൽ മുന്നോട്ട് നടത്തുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യേശു. ഞാൻ ഇത് എഴുതാൻ തുടങ്ങിയത് ഒരു കണക്ഷൻ വിത്ത് ദൈവം കൂടുതൽ വരാനും പിന്നെ എനിക്കൊരു ജോലിക്ക് വേണ്ടിയാണ്. അത് സാധിച്ചു കിട്ടി. എനിക്കൊരു നല്ല ജോലിയായപ്പോൾ. ഞാൻ മലയാളത്തിലാണ് എഴുതിയത്. എനിക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് കൂടുതൽ അത് ബൈബിളിനെ കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പം ഇവർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇവരുടെ ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പം ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ തമ്പുരാൻ പ്രവർത്തിച്ചു. അപ്പം ഇവരോട് നമുക്ക് ചോദിക്കാം, എത്ര കാലം എടുത്തു ഇവരുടെ എഴുത്തുകൾ തീർക്കാനായിട്ട്, ഫിനിഷ് ചെയ്യാൻ വേണ്ടി? അപ്പോൾ എത്ര നാളെടുത്തു? ഞാൻ ഏകദേശം ഒരു 5 മാസം എടുത്തായിരുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നുണ്ട്. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. എന്നാലും ഒരു 5 മാസം എടുത്തായിരുന്നു. ഞാനൊരു 4 മാസം കൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റി. ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നവംബർ ആകുമ്പോഴത്തേക്കും ഞാൻ തീർത്തിരുന്നു. 4 മാസം കൊണ്ട് 5 മാസം കൊണ്ടൊക്കെ തീർത്തു. എനിക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു 6 to 7 months എടുത്തു. എനിക്ക് ഓൾമോസ്റ്റ് 8 months എടുത്തു, ബിക്കോസ് ഇടയ്ക്ക് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ 6 to 7 months എടുത്തിട്ടുണ്ട്. ഞാനും അതെ 6 to 7 months. ഞാനും അതെ 8 മാസം എടുത്തു എനിക്ക്. ഓക്കെ. അപ്പോൾ ഏകദേശം 8 മാസം, ചിലർ 4 മാസം, ചിലർ 5 മാസം. ഏറ്റവും കുറവ് 4 മാസം കൊണ്ട് അവരുടെ ജോലി തിരക്കിനിടയിലൊക്കെ നിങ്ങളത് ചെയ്തു തീർത്തു എന്നുള്ളത് വളരെ മനോഹരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം, ഏതൊക്കെ സമയങ്ങളിലാണ് ഇവർ ബൈബിൾ എഴുതാനായിട്ടുള്ള സമയം കണ്ടെത്തിയെന്ന്. ഓക്കെ. ഏതൊക്കെ സമയത്തിലാണ്? ഞാൻ നൈറ്റിലായിരുന്നു. ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞൊരു 9 to 12 മാൻഡേറ്ററി എല്ലാ ദിവസവും ഇരുന്ന് എഴുതുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ മാൻഡേറ്ററി മൊബൈലിൽ അലാം വെച്ചിരുന്നു. ഞാനൊരു 8:45 ആകുമ്പോൾ അലാം അടിക്കും മൊബൈലിൽ. അപ്പോൾ എല്ലാം സെറ്റായി റെഡിയായി വന്നിരുന്ന് അങ്ങനെയായിരിക്കും. അപ്പോൾ പിള്ളേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ്. അവർക്കും അപ്പോൾ വീട്ടുകാർക്കും അറിയാം. അപ്പോൾ മാൻഡേറ്ററി 8:45 അലാം അടിക്കും, ഞാൻ വന്നിരിക്കും, റെഡിയാവും. 9 to 12 മാൻഡേറ്ററി ഇരുന്ന് എഴുതുമായിരുന്നു. ഒരു ദിവസം എത്ര പേജ് വരെയൊക്കെ എടുക്കും? 4 പേജൊക്കെ ഒരു ദിവസം എഴുതും. ഞാൻ അങ്ങനെയില്ല, ചിലപ്പം 25 pages എഴുതും, ചിലപ്പോൾ 2 പേജ് എഴുതും. അങ്ങനെ ഞാൻ 5 pages മാൻഡേറ്ററി എഴുതിയിരുന്നു, അല്ലെങ്കിൽ 3 chapters. ഞാനൊരു 12 to 15 pages per day. ഞാനൊരു 5 പേജൊക്കെ എഴുതാറുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ചിലർ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടല്ലേ? ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് മലയാളം ഏത് ലാംഗ്വേജിലാണെങ്കിൽ എഴുതാനായിട്ട്. ഞാനപ്പോൾ കംഫർട്ടബിൾ ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക്. ഇംഗ്ലീഷിൽ എഴുതി. നല്ല ഹാൻഡ് റൈറ്റിങ്ങിലുമാണ് ഇവർ എഴുതിയേക്കുന്നത്.
ഇനി ഏകദേശം കുറേ പേര് ഇവിടെ എഴുതുന്നുണ്ട്. നമുക്ക് ഫിയാത്ത് മിഷനെ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സലേഷനാണ്. അപ്പോൾ സലേഷനോട് ചോദിക്കും, എത്ര പേര് നമ്മൾ എഴുതുന്നുണ്ട് ഇവിടെ? നമ്മളിവിടെ ആദ്യമേ 5 പേരാണ് ഇവർ എഴുതി കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം 2 പേരും കൂടി എഴുതി. അപ്പം അങ്ങനെ മൊത്തം 7 പേര്. പിന്നെ ഞങ്ങൾ ചിപ്പം പറഞ്ഞ ഇവിടെ ഒരു 30 പേര് ഇടവകയിൽ എഴുതുന്നുണ്ട്. ഞാനൊക്കെ അതിലൊരു ഭാഗമാണ്. സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം കണ്ടിന്യൂസ്. അപ്പം ഏകദേശം ഇപ്പം 30 പേര് നമ്മുടെ ഇടവകയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഇപ്പം നമ്മുടെ ഇടവകയിൽ ഏകദേശം 30 പേരോളം എഴുതുന്നുണ്ട്. അപ്പം ഇവർക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്കിവിടെ ചോദിക്കാം. അവർക്ക് ക്ഷമയോടുകൂടി എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടാവട്ടെ എന്ന്. അല്ല, എഴുതാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഈശോനോട് പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. അപ്പം നമുക്ക് എത്ര പേജ് എഴുതുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ എഴുതി പോകും. നമ്മളിങ്ങനെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ആ ലേഖനം എഴുതിയ വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പം തെറ്റുകൂടാതെ പെട്ടെന്ന് എഴുതാൻ സാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് മലയാളം ഒന്നും ശരിക്കും അറിയില്ല, എഴുതാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മധ്യസ്ഥം വഹിക്കുമ്പം അത് ഞാൻ അറിയാതെ തന്നെ 10, 15, 20 പേജസ് വരെ ഞാൻ ഒരു ദിവസം എഴുതിയിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി. ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? ഇത് ഇൻസ്പിറേഷൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് കന്നഡയാണ്, ജൈനിസമാണ് അവർ. അപ്പോൾ അവരുടെ ഭർത്താവിന് ക്യാൻസറായിട്ട് ഡോക്ടറെല്ലാം കൈയൊഴിഞ്ഞതാണ്. അപ്പോൾ ഇവരെ മോള് എന്നെ കാണാനിടയായി. ആ മോള് കൊച്ചു മുതൽ എന്നെ അറിയുന്നതാണ്. അപ്പോൾ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇൻസ്പയർ ആയി. അവൾ ഉടനെ ചെന്നിട്ട് 100 പേജസ് നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതാൻ തുടങ്ങി. പിന്നെയാണ് ഓടിയത്, ഐ കാൺട്ട് ഐ ഗീവ് ദിസ് ഷീറ്റ്സ് ടു ദം. അന്നേരം ഞാനിത് വാങ്ങിച്ചു, മോളെ നീ ഇത് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ പറഞ്ഞു, ഇല്ല ആൻറ്റി ഞാൻ കന്നഡയിൽ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് കന്നഡയിൽ എഴുതിയപ്പോൾ യോഹന്നാൻ്റെ വരെ എഴുതിയിട്ടുണ്ട്. അത് എഴുതുമ്പോഴത്തേക്കും അവർ ഹസ്ബൻഡിന് ഉണർവ് കിട്ടി. ഇപ്പോൾ പുള്ളി നടക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പം അവർക്കും എല്ലാവരും പറയും, എനിക്ക് എല്ലാം ക്രിസ്ത്യൻ ഫ്രണ്ട്സാണുള്ളത്, നീ എന്ത് വേണമെങ്കിലും ചെയ്ത് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ എഴുതിപ്പിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അവൾ എൻ്റെ നോക്കി അവളും കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സിസ്റ്റർ, ഗുഡ് ഷെപ്പർഡ് സിസ്റ്റർ, ഓൾഡ് മെഡ്രാസ് റോഡിലുള്ള ആ സിസ്റ്റർ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ചേച്ചി എഴുതുന്നതിലൂടെ കണ്ടിട്ടുണ്ട്. ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ എന്തായാലും അനുഭവപ്പെടും. നമുക്ക് എഴുതാനായിട്ട് ഇരിക്കാൻ പറ്റായിക, വയ്യായിക, തളർച്ച, ക്ഷീണം. അപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊന്ത ചൊല്ലും. പിന്നെ എഴുതുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരാതിരിക്കാൻ മാതാവിൻ്റെ ഗ്രിഗോറിയൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചിരുന്നിട്ടാണ് ഞാൻ എഴുതൽ. അപ്പം എഴുതുന്നവരോടൊക്കെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇച്ചിരി പാട് തന്നെയാണ്, പക്ഷേ അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവവചനം വായിക്കാനും മനസ്സിലാക്കാനും ഇതുവഴി സാധിക്കും. ഞാനിത് ആദ്യം എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. എഴുതാൻ മടി, TV കണ്ടുകൊണ്ട് എഴുതുന്നത് അതുപോലൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. സോ പിന്നെ ഞാനൊരു ഇൻറ്റൻഷൻ വെച്ചു, എനിക്ക് ജോലി വേണം, എൻ്റെ ഫാമിലിക്ക് സന്തോഷം കിട്ടണം, അതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. സോ ഐ കംപ്ലീറ്റഡ് ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് എന്നെ ഇൻസ്പിറേഷൻ വെച്ചിട്ട് എൻ്റെ പപ്പയും അമ്മ എഴുതാൻ തുടങ്ങി. പപ്പ 3 മണിക്ക് അലാറം വെച്ചിട്ട് ഇത് ബൈബിൾ എഴുതുന്നുണ്ട്. എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആണ് അത് ആക്ച്വലി. എഴുതുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ചില സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കം വരും, എന്നാലും തീർക്കണം എന്നുള്ള ആ ഒരു ഇതിൽ തീക്ഷ്ണതയുണ്ട്. അതിന് ഞാൻ പറയുന്നത് എഴുതുന്നവർ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രഗിളുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് തമ്പുരാൻ്റെ കൃപയാൽ മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവരുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ഇവർക്ക് ഈ ഒരു കംപ്ലീഷനിലേക്ക് നയിച്ചത്. ഏകദേശം ഒരു 700-800 പേജുകളിലുള്ളിൽ ഇവർക്കത് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ ജോലി തിരക്കിനിടയിലൊക്കെ ഇവർ സമയം കണ്ടുപിടിച്ച് അലാമൊക്കെ വെച്ച് രാത്രിയിലും രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് എഴുതിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്.